നമസ്കാരം, ഞാൻ രജിത ബാലു. തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ അവിചാരിതമായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യേണ്ടി വന്നത്. അതായത് ഇന്നേ എൻ്റെ അയൽപ്പക്കത്തെ എൻ്റെ സുഹൃത്ത് അവളുടെ കിണറിൻ്റെ വല ഒന്ന് വലിച്ചു കെട്ടാനായിട്ട് ഹെൽപ്പിനായിട്ട് എന്നെ കൂടെ വിളിച്ചു കേട്ടോ. അപ്പോഴേ ഞാൻ പോയപ്പോൾ നമ്മൾ ആ നെറ്റ് അടിച്ചിട്ട് ഒന്ന് കിണറിൻ്റെ അകത്തേക്ക് നോക്കിയപ്പോഴേ ഞെട്ടിപ്പോയിട്ടാണ് ഞാൻ. കാരണം നിറയെ ആ ഫസ്റ്റ് റിങ് കഴിഞ്ഞിട്ട് തൊട്ട് താഴെയായിട്ട് നിറയെ ഈ പന്നൽ ചെടി പിടിച്ചിരിക്കുകയാണ്. അറിയാലോ, പന്നൽ ചെടികൾ നമ്മൾ ഒരു നല്ല വേനലിൽ ഇത് മുഴുവൻ കാണാണ്ടാവും. അതുപോലെ തന്നെ അടുത്ത മഴയ്ക്ക് പൊട്ടിമുളച്ച് കാണുകയും ചെയ്യും. പുഷ്പിക്കാത്ത ചെടികളാണ് പൊതുവെ ഇവർ, അല്ലേ? എന്നാൽ നമ്മുടെ പൂന്തോട്ടങ്ങളിലുള്ള ചെടിയേക്കാളും കാണാൻ ഭംഗിയുള്ളതാണ്. ഇപ്പോൾ പക്ഷേ ഇത് ഭയങ്കര ഡിമാൻഡായിട്ടുണ്ട്. നഴ്സറിലൊക്കെ ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. പല പല വെറൈറ്റീസിലാണ് ഇത് ഉണ്ടാവണത്. ഇതിനൊക്കെ പല പല പേരുകളുണ്ട്. നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ കാണിച്ചിട്ടുള്ള ചെടികളുടെ, പന്നൽ ചെടികളുടെ പേര് ഒന്ന് കമൻ്റായിട്ട് ഇടണം കേട്ടോ. അപ്പോഴേ ഈ നിറയെ ഈ ഫാൻസ് എന്നാണ് ഇതിനെ പറയുക. ഈ ഫാൻസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചേ എന്തായാലും നമ്മുടെ ചുറ്റിലും കാണാൻ ചാൻസ് ഉണ്ട്. ഒന്ന് തപ്പി നോക്കണം എന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മുടെ പടിഞ്ഞാറ് പറമ്പ് ഏകദേശം ഒരു പണ്ടൊക്കെ പാടായിരുന്നു, വയലെന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ മണ്ണിന് ഇപ്പോഴും ആ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ടായിരിക്കണം അവിടെ കണ്ട മറ്റൊരു പന്നൽ ചെടിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഇലയ്ക്കൊക്കെ എന്തൊരു ഭംഗിയാണെന്നറിയോ. നമ്മുടെ വീട്ടിലുള്ള, നമ്മുടെ പൂന്തോട്ടത്തിലുള്ള ഇലച്ചെടിയേക്കാളും ഭംഗി തോന്നി ഇതിനേട്ടാ. അധികം ശുശ്രൂഷയൊന്നും ഇല്ലാതെ തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭംഗിയിൽ ഇതിനൊക്കെ നിലനിർത്തി ഗാർഡനിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ രണ്ട് ചെടി ഞാൻ ഗാർഡനിൽ സെറ്റ് ചെയ്യാനായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ പോട്ടിലൊക്കെ ആക്കിയിട്ട് എൻ്റെ ഗാർഡനിൽ സെറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനേ ആ പന്നൽ ചെടി ആ കിണറിൽ നിന്ന് കൈക്കോട്ടൊക്കെ വെച്ചിട്ട് ഞാനും സുഹൃത്തും കൂടിയിട്ട് വലിച്ച് ഒരു വിധത്തിലെടുത്തതാണ് കേട്ടോ. കാരണം റിസ്ക് ആണല്ലോ, അങ്ങനെ എടുത്തതാണ് ആ ചെടി. ഈ പന്നൽ ചെടി നമ്മൾ സാധാരണ അതുപോലെ വയലിൻ്റെ ഒക്കെ അടുത്ത് പുഴയോരങ്ങളൊക്കെ പോയാൽ ഇപ്പം ഈ പറഞ്ഞ ചെടി ഉണ്ടല്ലോ, അത് കാണാം. നമ്മൾ പണ്ട് അതിൻ്റെ പൂമ്പൊടി പോലെ ഒരു സാധനം ഉണ്ടല്ലോ ബാക്കിൽ, അത് നമ്മൾ കൈമലൊക്കെ വെച്ചിട്ട് ടാറ്റു അടിക്കണ പോലെയൊക്കെ ചെയ്യാറുണ്ടല്ലോ. അതായിരുന്നു ആ ചെടി. ഇതല്ലായിരുന്നു, അങ്ങനത്തെ ചെടിയും അതേ സെയിം ഉണ്ട്. അപ്പോഴേ ഇനി ബാക്കിയുള്ള ചെടികളും ഒന്ന് തപ്പാന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മുടെ മതിലിൻ്റെ മണ്ടയിലൊക്കെ കാണുന്ന ഈ ചെടി. ഇതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കിണറിൻ്റെ പക്കത്ത് കണ്ട ചെടിയുണ്ട്, കണ്ട. അപ്പോൾ ഇതും ഒരു തരം പന്നൽ ചെടിയാണ് കേട്ടോ. അപ്പോൾ നാലാമതായിട്ട് ഞാൻ കണ്ട മറ്റൊരു പന്നൽ ചെടിയാണ് കേട്ടോ ഇത്. ഇതാ കണ്ടോ, നിറയെ അത് നിലത്തിങ്ങനെ പടർന്ന് പോവും. പണ്ടൊരു മുടിയൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കുട്ടിക്കാലത്തൊക്കെ മുടിയൊക്കെ ആക്കിയിട്ട് ഒരു ചെടി ഇങ്ങനെ വെക്കാറുണ്ടായിരുന്നു. ഏകദേശം ആ ചെടിയുടെ ഛായയിലുള്ള ഈ ഒരു ചെടി. ഇതൊക്കെ ഉണ്ടല്ലോ ശരിക്കും നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. അതുപോലെ മറ്റൊരു പന്നൽ ചെടിയാണ് കേട്ടോ. ഇതൊരു വള്ളിച്ചെടി പോലെ നമുക്ക് തോന്നും. നല്ല മിനുസുള്ള ഇലയാണ്. ഇത് നമ്മുടെ പുഴയോരത്താണ് കേട്ടുള്ളത്. ഇത് ഞാൻ അവിടെ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ ഒന്ന് എടുത്തു വെച്ചതാണ് കേട്ടോ. പന്നൽ ചെടിയുടെ കൂട്ടത്തിൽ കാണിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ 5ാമത്തെ പന്നൽ ചെടി. അപ്പോൾ ആറാമത്തെ ആയിട്ട് ഈ വിഭാഗം കേട്ടോ. വളരെ കുഞ്ഞു ഇലയായിട്ട് നിറയെ പടർന്ന് നല്ല തിക്കായിട്ടിരിക്കുന്നുണ്ട്. ഇതും സെറ്റ് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അടുത്തത് 7ാമത്തെയാണ് കേട്ടോ. ഇത് നമ്മുടെ മതിലുകളിലൊക്കെ മിക്കവാറും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മതിലുകളിലോ നമ്മൾ തന്നെ നട്ടു വളർത്തുന്ന ചെടിച്ചട്ടിയിൽ പോലും ഇത് വരാറുണ്ട്. വളരെ കുഞ്ഞു ഇലകളായിട്ട് നല്ല തിക്കായിട്ടുണ്ടാവണ ഈ ഒരു ചെടി. അപ്പോൾ 8ാമത്തെ പന്നൽ ചെടിയും കൂടെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ തന്നെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഈ പോട്ടിൻ്റെ അടിയിലായിട്ട് കണ്ടോ ഒരു ചെറിയൊരു കഷ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ 8ാമത്തെ ഒരു പന്നൽ ചെടിയും കൂടെ ആയി, കണ്ടോ. അപ്പോഴേ എൻ്റെ നോ കോസ്റ്റ് ഫെൻസ് ഹണ്ടിങ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.